കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും അഷ്ടമത്തിൽ ശനി എന്ന മഹാദോഷം ഇവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അഷ്ടമത്തിലെ ശനി തടസ്സങ്ങൾ ഏതു വിധേനയും ഉണ്ടാക്കാം. അത് എവിടെ എങ്ങനെ വരുന്നു, ഒരാഴ്ചയിലെ ഫലത്തിൽ അതൊക്കെ വരുമോ എന്നുള്ള ചോദ്യമോ സംശയമൊന്നും വേണ്ട. കാരണം കർക്കിടകത്തിൻ്റെ 7ഉം 8ഉം തന്നെയാണ് ശനി വരുന്നത് പോലും. അപ്പോൾ ചന്ദ്രാൽ 7ഉം 8ഉം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ തന്നെ ശനിക്കൊരു മാരകത്വമുണ്ട്, ക്രൂരത കൂടുന്നുണ്ട്. ആ ശനിയാണ് 8ൽ പോയി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. അത് മരണമോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുമെന്നല്ല, ശനി സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് മരണതുല്യമായ പ്രശ്നങ്ങൾ, ആവലാതികൾ, ആശങ്കകൾ, തടസ്സങ്ങൾ, നിസ്സഹായതകൾ ഇതൊക്കെ ഉണ്ടാകാം. അഷ്ടമത്തിൽ 9ലാണോ, ഭാഗ്യസ്ഥാനത്താണെങ്കിലോ, ഈശ്വരാധീനത്തിൻ്റെ സ്ഥാനത്താണെങ്കിലോ രാഹു നിൽക്കുന്നു. രാഹുവും ശുഭക്ഷേത്രത്തിൽ നിൽക്കുന്നതിനാൽ വളരെ ക്രൂരമായ തടസ്സങ്ങൾ ഉണ്ടാക്കില്ല, പക്ഷേ ആശങ്കകൾ ഉണ്ടാകാം. പ്രത്യേകിച്ചും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഇവർ ഏത് കാര്യങ്ങളിലാണോ വിഷമിക്കുന്നത് അതിനെന്തായാലും അന്തിമമായി ഈശ്വരാധീനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു വിധി ഇവരിലേക്ക് വന്നു ചേരും. അതുകൊണ്ട് ഗുണമുണ്ടാകും. ഈ ആഴ്ചയിലെ ഫലം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇപ്പോൾ 6ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. 6ലെ ശുക്രൻ്റെ സഞ്ചാരം അത്ര നല്ലതല്ല, അത് 7ലോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ആഴ്ചയിലായിരിക്കും ഇവർക്ക് കുറച്ചുകൂടി ഗുണം വരിക. ഈ ആഴ്ച അതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളുണ്ടാകും. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നട്ടെല്ല് സംബന്ധമായോ അരക്കെട്ട് സംബന്ധമായോ ചെറിയ അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാത്ര തടസ്സപ്പെടാനുള്ള സാധ്യത കാണുന്നു. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ 3-4 ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഗുണം കാണുന്നു. ഇവരുടെ തന്നെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഇവരുടെ സഹധർമ്മിണിയുടെയോ ജീവിത പങ്കാളിയുടെയോ ഭാഗത്തു നിന്നൊക്കെ സാമ്പത്തിക സഹായം വരുന്നതായും കാണുന്നു. എന്തായാലും ഈ ആഴ്ചയിലെ കർക്കിടകക്കൂറുകാരുടെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6, 7, 8, 9 ദിവസങ്ങളാണ്. 4 ദിവസങ്ങളോളം താരതമ്യേന ഗുണമുള്ളതാണ്.